അപ്പോൾ ഗൈസ്, ഒരു കാലത്ത് കാസർഗോഡ് ജില്ല ഫുള്ള് വിറപ്പിച്ചിരുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം കുറേ വർഷം ബാംഗ്ലൂരൊക്കെ നിന്നിട്ട് പിന്നാണ് നാട്ടിലേക്ക് എത്തിയത്. പുള്ളിക്കാരൻ്റെ കൂടെയുണ്ട്. പുള്ളിക്കാരൻ്റെ അടുത്ത് അങ്ങനെ ആരും ഒന്നും സംസാരിക്കുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് മാത്രമേ ഇങ്ങനെ സംസാരിക്കുന്നത്. പുള്ളിക്കാരോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം കാര്യങ്ങൾ. ഗൈസ്, ഞാൻ ബിലാൽക്കയുടെ നാട്ടുകാരാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ വരുന്നത് ബിലാൽക്കയുടെ കൂടെയാണ്, ഗുണ്ടയായിട്ട്. സ്മോൾ സ്ക്രീൻ നമുക്ക് ബിഗ് സ്ക്രീനാണല്ലോ ബിലാൽക്കയുടെ കൂടെ. അങ്ങനെ ഗുണ്ടയായിരുന്നു. ആദ്യമൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു. എന്നെ തല്ലോ ഇവൻ. അതല്ല അപ്പോൾ നിന്നെ ഇതിനെപ്പോഴും എൻ്റെ കടയിൽ വന്നിട്ട് ഇത് ചെയ്യാമെന്ന് പറയും. പക്ഷെ ആദ്യമൊക്കെ എനിക്ക് പുച്ഛമായിരുന്നു. പിന്നെ ഇവൻ്റെ കഴിവും ഇവൻ്റെ എഡിറ്റിങ് കണ്ട് ഞാൻ തന്നെ ഒരു വലിയ ഫാനായി. പിന്നെ ഞങ്ങളും കൂടി. നാട്ടുകാരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. എന്നെ എപ്പോഴും ഇവൻ ഗുണ്ടയാക്കും, ഇവനടിക്കും. ആദ്യമൊക്കെ ശരിക്കും ചവിട്ടും, ശരിക്കും തല്ലും, ആ ഒരു റിയാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അതെനിക്ക് മനസ്സിലാവും, നമ്മളൊന്നും ചെയ്യില്ല. പിന്നെ എൻ്റെ കടയിൽ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യും, അതിനെ എഡിറ്റ് ചെയ്ത് കാണും. അങ്ങനെ പോയി. ഞാൻ ബാംഗ്ലൂരിൽ പോയി. ഇവൻ പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവനിങ്ങനെ ഗുണ്ടയായിട്ട് കുറേ ആക്ട് ചെയ്യുമ്പോൾ പിള്ളേർ കണ്ടു കണ്ടടിക്കുന്നത് നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഇവൻ്റെ ഉപ്പായോട് കംപ്ലൈൻറ്റ് അറിഞ്ഞിട്ട് ഇവനെ ബാംഗ്ലൂർ പണിക്ക് അയച്ചതാണ്. പിന്നെ കർണാടക ആയിരുന്നു കുറേ വർഷം. ഇപ്പോൾ ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പുള്ളിക്കാരൻ നാട്ടിലേക്ക് വന്നത്. എനിക്ക് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒന്നുമല്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ജുബിബായിനെ ഒന്നും കൂടി നമ്മളെ വീഡിയോയിൽ തിരിച്ചു വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്ന് വലിയൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ജുബിബായിനെ. ഓക്കെ, നല്ല റോള് വന്നാൽ ഓക്കെ, താങ്ക് യു.